സോ ഹേ ഗായ്സ്, പിന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മോഷ്ടിക്കാൻ വേണ്ടി പോവുകയാണ് ഗായ്സ്. അപ്പോൾ എന്താണ് മോഷ്ടിക്കാന്ന് വെച്ചാൽ, ഇന്ന് നമ്മളൊരു അതായത് ലോകത്തിലെ ഏറ്റവും റയറസ്റ്റ് ആയിട്ടുള്ള കാർ മോഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ രാവിലെ തന്നെ നമ്മുടെ ലാമറും ഞാനൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ ഒരു കാറിൻ്റെ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്, തൊട്ടടുത്താണ്. സോ അവിടെ ലാമറും ഞാനൊക്കെ സീക്രട്ടായിട്ട് കൊണ്ടുവച്ചൊരു കാറും ഞാനൊക്കെ. അപ്പോൾ ഈ ഒരു കാറും കാലിലൊക്കെ നോക്കുന്ന സമയത്ത് നമ്മുടെ സ്വന്തം ബാറ്റ്മാൻ്റെ കാറും കാലിലൊക്കെ തന്നെയാണ് ഗൈസ്. അപ്പം ഈ കാറും കാലിലൊക്കെ തന്നെയാണ് ഇന്ന് നമ്മൾ മോഷ്ടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ലാമർ പറഞ്ഞിട്ടുള്ളത്, ലാമർ ഈ സീക്രട്ട് ലൊക്കേഷൻ അവിടെ അടുത്ത് തന്നെയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ലൊക്കേഷൻ വായിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ആ ലൊക്കേഷൻ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പോകാൻ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളെന്തായാലും നേരെ നമുക്ക് ആ ലൊക്കേഷനിലോട്ട് കത്തിച്ച് പോയേക്കാം. ആദ്യം തന്നെ ഇൻട്രോ പറയാൻ മറന്നു ഗൈസ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി GTA 5 വീഡിയോസും കാലൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഗൈസ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഈ വണ്ടി ഒന്ന് മോഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് നമ്മൾ ഈ ഒരു മാസ്കറ്റ് ഉള്ളത്. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ വണ്ടി എടുത്ത് പോയിട്ട് കാര്യമില്ല. നമ്മൾ ആദ്യം ഇവിടുന്ന് പോകേണ്ടത് നമുക്ക് ഏതെങ്കിലും ഒരു ബൈക്കോ കാർ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. കാരണം നമ്മുടെ വണ്ടി നമുക്ക് കളയാൻ വയ്യാം. നമുക്ക് ഏതായാലും വണ്ടി കിട്ടുന്നുണ്ടോ നോക്കാം ഗൈസ്. അപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരു വണ്ടിയും കാലിലൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ ഒരു ബൈക്കും കാലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ബൈക്കിൻ്റെ നമ്പർ പ്ലേറ്റ് ശ്രദ്ധിച്ചോന്ന് വിചാരിക്കുന്നത് ഞാൻ. കാരണം നമ്പർ പ്ലേറ്റിൻ്റെ ഒരു ധ്യാനം എന്നാണ്. നമുക്ക് എന്താ ഇപ്പോൾ നമ്മുടെ കമൻറ്റിലാണ് ഗൈസ് ആ ബ്രോയെ പറഞ്ഞുള്ളത്. ആ ബ്രോയുടെ പേരുങ്ങളിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ അപ്പോൾ ധ്യാനം എന്നാണ് പേരുകളിലൊക്കെ. അപ്പോൾ ധ്യാനം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. അപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ നമ്മൾ ലൊക്കേഷനിലെത്തി. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ലൊക്കേഷൻ കാലൊക്കെ വരുന്നത്. സോ അതിൻ്റെ അകത്താണെന്ന് തോന്നുന്നു ഗൈസ്. കണ്ടോ, അവിടെ ഒരു വണ്ടിയും കാലൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ഈ വണ്ടി ഇവിടെ എടുത്ത് വെച്ചിട്ട് നേരെ നമുക്ക് ആ വണ്ടി എടുത്ത് പോവാം ഗൈസ്. അപ്പോൾ ഈ വണ്ടിയാണ് ഗൈസ് നമുക്ക് എടുത്തുകൊണ്ട് പോകേണ്ടത്. ജസ്റ്റ് റോബറി മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ ഓണർ കണ്ട മീൻസ് ബാറ്റ്മാൻ കണ്ട സീനാവും. സോ ഇതിൽ ഫയർ ചെയ്യാനൊക്കെ പറ്റും ഗൈസ്. ആൾക്കാരൊക്കെ ഓടി പോകുന്നുണ്ട്. അപ്പം നമുക്കിത് കൊണ്ടേ കൊടുക്കേണ്ടത് നമ്മുടെ സിറ്റിയിലാണ്. ഇത് ആരും അറിയാതെ നമുക്കിത് കൊണ്ടുപോകണം. അതാണ് നമുക്ക് ഇന്നത്തെ ടാസ്കിങ് കാലിലൊക്കെ. പോലീസുകാരൊക്കെ വന്ന സീനാണ് ഗൈസ്. ഒന്നാമത്തെ ബാറ്റ്മാൻ്റെ വണ്ടിയും കാലിലൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അയ്യോ, പോലീസുകാർ വരുമോ ഇല്ലയെന്ന് അറിയില്ല, നോക്കാം. ഗൈസ് നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരു 2 സ്റ്റാർ 100 ലെവലും കാലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സീനാണ് ഗൈസ്. വണ്ടി എടുത്തോണ്ട് ആകെ പ്രശ്നമാണ്. നമുക്കിത് പെട്ടെന്ന് നമുക്കിത് എങ്ങനെയെങ്കിലും സേഫാക്കി എടുക്കണം. അയ്യോ, ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ പോലീസ് ഉണ്ട് ഗൈസ്. നമുക്ക് സൈഡ് എടുത്ത് പോവാം. എങ്ങനെ ഇടിക്കണ്ടെന്ന് വിചാരിക്കും, ഇടിക്കും. നമ്മളത് ആരും ഗൈസ് ഇത് എന്താണ് ഗൈസ്, ഫുള്ള് ഫയറിങ് ആണല്ലോ. ഇത് ഓട്ടോ ഫയർ ഉണ്ടോ? അയ്യോ, പക്ഷെ വണ്ടി എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട്. അയ്യോ, പോലീസുകാർ ഇപ്പോൾ നമ്മളെ കണ്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല നമ്മളെ. നമുക്ക് എന്തായാലും നേരെ പോവാം. അയ്യോ, നേരെ നമുക്ക് കത്തിച്ചിങ്ങനെ വിട്ടേക്കാം. ഇപ്പോൾ നമ്മളോട് പറഞ്ഞുള്ള ലാമറിൻ്റെ അടുത്തോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ലാമറിൻ്റെ അടുത്ത് എത്തിക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ പോലീസുകാർ വളയും. കാരണം ഗ്രീൻ ഗ്യാങ് മെമ്പേഴ്സിന് എന്തോ റോബറിക്ക് വേണ്ടിയിട്ടാണ് ഈ വണ്ടികളൊക്കെ. അപ്പോൾ അങ്ങനെ എന്തോ ആണ്. ഈ വണ്ടി എടുത്ത് നേരെ പോയേക്കാം. ആദ്യം നമുക്ക് പോലീസുകാരുടെ നിന്ന് രക്ഷപ്പെടാം. അപ്പോൾ പോലീസുകാർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് എന്തോ തൊട്ടപ്പോൾ എന്താണ് ഗൈസ്, ഏത് എങ്ങനെയാണെന്ന് അറിയില്ല ഗൈസ്. അറിയാതെ നമ്മൾ ആ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ടുണ്ട്. ആ വണ്ടി പോകുന്നത് അത്രയും സ്മൂത്ത് ആയതുകൊണ്ടാണ് ആ വണ്ടി പോകുന്നത്. നേരെ വണ്ടിയിൽ പോയി കയറാം. ഫയർ ചെയ്യുന്നുണ്ട്. ചാവുന്നതിന് മുന്നേ നമുക്ക് നേരെ എന്തായാലും ആ വണ്ടിയിലോട്ട് കയറാം. നേരെ പോയേക്കാം. ഓ, ഈയാണ് ഗൈസ്.
ഓഫ്, നൈട്രോസ് ഇട്ടിട്ട് കാര്യമില്ല ഗൈസ്. പക്ഷേ ഇത് പക്ക ബുള്ളറ്റ് പ്രൂഫാണ്, നമുക്ക് എവിടെ തട്ടിയാൽ നമുക്കൊരു പ്രശ്നമില്ല. അപ്പോൾ നേരെ നമുക്ക് മൗണ്ട്സ് ഇല്ലാണ്ട് ഭാഗത്തോട്ട് പോയപ്പോൾ പോലീസ് സ്റ്റേഷൻ കാര്യങ്ങളൊന്നുമില്ല. പുറത്തോട്ട് ചാടും ഗൈസ്, അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷേ നേരെ ഇവിടെ നിന്ന് പോയേക്കാം എങ്ങനെങ്കിലുമൊക്കെ. ആദ്യം നമുക്ക് ഈ മല കയറാം, എന്നിട്ട് നമുക്ക് നേരെ പോയേക്കാം. ഗൈസ് ഇപ്പൊ പോലീസുകാരിലൊക്കെ പോയി, അതായത് സൈലന്റ് ആയിട്ടുണ്ട്, വാണ്ടർ ലെവൽ പോയിട്ടൊന്നുമില്ല. നമുക്ക് നേരെ എന്തായാലും കത്തിച്ചു വിടാം. നമുക്ക് സീനൊന്നുമില്ല ഗൈസ്, കാരണം നമ്മളടുത്ത് ഈ വണ്ടി എവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒട്ടി പിടിക്കുന്നുണ്ട് ഗൈസ്. വേറെ സീനൊന്നുമില്ല. കാരണം ഗൈസ് നമ്മളൊരു ബിൽഡിങ്ങിന്റെ പൊക്കത്തോട്ട് എത്തിയിരിക്കുകയാണ്. ഒന്നുമില്ല, ജസ്റ്റ് ഫോർ ലാൻഡിങ്, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇവിടുന്ന് ചെയ്യാനുള്ള കാര്യം എന്താ വെച്ചാൽ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തിറങ്ങുള്ളൂ ഗൈസ്. എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ വണ്ടി എങ്ങനെയെങ്കിലൊക്കെ ഇതാക്കണം. എന്താ ഇവിടെ മറഞ്ഞു പോയി ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുന്ന് പോവാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ നമ്മുടെ സ്വന്തം ലാമറിൻ്റെ അങ്ങോട്ട് പോവാം, അതായത് ഗ്രീൻ ക്യാമ്പ് മെമ്പേഴ്സിൻ്റെ അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മുടെ പഴയ വീടിൻ്റെ അവിടെയാണെങ്കിൽ ഗൈസ് ഗ്രീൻ ക്യാമ്പ് മെമ്പേഴ്സ് നമ്മുടെ വാണ്ടർ ലെവലും കാണാനൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് കത്തിച്ച് വിടണം. അപ്പോൾ അങ്ങനെ നമുക്ക് ഇനി ഈ റോഡിലോട്ടൊന്ന് ഇറങ്ങിയിട്ട് ആദ്യം നമുക്ക് നൈട്രോസ് യൂസ് ചെയ്ത് നോക്കാം. പക്ഷെ ഈ വണ്ടി ഉണ്ടല്ലോ, റയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ഗൈസ് ഈ വണ്ടീൻ്റെ വാല്യൂ എന്താണെന്നുള്ളത്. പക്ഷെ നമ്മൾ പോലീസിനെ ഫയർ ചെയ്യാനോ ഒന്നിനും നമ്മൾ പോയില്ല, കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പോലീസ് ഓട്ടോമാറ്റിക്കലി പൊക്കോളും. അവരെ ഒന്നും കൂടി ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ, ബാഡടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാഡായിട്ടേ നിൽക്കുള്ളൂ. അപ്പോൾ നമുക്ക് ആണെന്നുണ്ടെങ്കിൽ നേരെ പോയേക്കാം. നമ്മൾ എവിടേക്ക് എത്തി? ഒക്കെ ഏതാ വഴി? ഈ വഴിക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇനി ഇവിടെ അടുത്ത് തന്നെയാണ് ഗൈസ് ഗ്രീൻ ക്യാമ്പ് മെമ്പേഴ്സിൻ്റെ ഏരിയ. ഞാനൊക്കെ പറയുമ്പോൾ നമുക്ക് ഗ്രീൻ ക്യാമ്പ് മെമ്പേഴ്സിൻ്റെ ഏരിയയിലോട്ട് പോവാം. നമുക്ക് എന്തായാലും ഗ്രീൻ ഗ്യാങ് മെമ്പേഴ്സിന്റെ ഏരിയയിലോട്ട് പോയിട്ട് കാണാം ഗൈസ്. അപ്പൊ ഗൈസ് അപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ വീടിൻ്റെ അവിടെ, അതായത് ഗ്രീൻ ഗ്യാങ് മെമ്പേഴ്സിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ അങ്ങോട്ട് കയറ്റി വെക്കാം. നമ്മളോട് ഈ ഒരു ഭാഗത്തോട്ടാണ് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഭാഗത്താണോ അതോ സോ ഈ ഭാഗത്ത് തന്നെയാണ്, കാരണം അപ്പുറത്തെ ആളുകളുണ്ട്. ഈ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടി അങ്ങോട്ട് ഗൈസ് ആകുമ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തോട്ടാണ് വെക്കാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മളെ വിളിച്ചപ്പോഴാണ് പറഞ്ഞത് ഇതിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടി. കാരണം അഥവാ പോലീസ് ചെക്കിങ് കാറിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഇഷ്യൂ കാരണമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം പോലീസുകാർ ഇത് കാണത്തില്ല, കാരണം ഗ്രീൻ ക്യാമ്പ് മെമ്പേഴ്സിൻ്റെ അടുത്തോട്ട് ഒരിക്കലും അങ്ങനെ പോലീസ് വരാറില്ല. അപ്പോൾ നമ്മൾ ഇവിടെ അങ്ങോട്ട് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും നേരെ പോവാം. ലാമറിനെ വിളിച്ച് നോക്കാം. ലാമറിനെ വിളിച്ചിട്ട് എന്താ പറയുന്നതെന്ന് അറിയില്ല. ലാമറിനെ വിളിക്കുക കഴിച്ച് നമുക്ക് നേരെ ഹാങ് ഔട്ട്. ഇപ്പം ലമാറ് കുറച്ചപ്പുറത്തോട്ടുണ്ട്. ലമാർ നമ്മളോട് പറഞ്ഞുള്ളത് വണ്ടി ഇവിടെ ഇട്ടിട്ട് വെക്കോ, നിനക്കുള്ള പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ അയക്കാന്നാണ് പറഞ്ഞുള്ളത്. സോ അപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പേയ്മെൻറ്റ് വെച്ചിട്ട് എന്ത് വാങ്ങുന്നത്, അതായത് അറൗണ്ട് ഒരു 100 crore $100 billion നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ആ വണ്ടിക്ക് തന്നെ അത്യാവശ്യം ഇത് വരുന്നുണ്ട്. അതിൻ്റെ ഒരു 10% ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് പർച്ചേസ് ചെയ്യണം, എന്തെങ്കിലും നടത്തണം എന്നൊക്കെയാണ് ഉണ്ടെങ്കിൽ പറയാം ഗൈസ്. ഒന്നാമത്തെ $1 ഒരു ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നമുക്ക് അത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ ഗൈസ്, ലവ്, ടേക്ക് കെയർ, പീസ് ഔട്ട്.